യേശുവേ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയമായി അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ മാത്രം. ഹല്ലേലൂയ സ്തോത്രം. ആ കൃപയാൽ നാം ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ കൂടെ കർത്താവുണ്ട്. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. തളർന്നു പോകണ്ട, സാഹചര്യങ്ങൾ കണ്ട് നിരാശപ്പെട്ടു പോകണ്ട. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തനത്രേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. അസാധ്യങ്ങളുടെ നടുവേ ദൈവം പുതുവഴി തുറന്നു തരും. പ്രിയ ദൈവ പൈതലെ, വാഗ്ദത്തം കേട്ടിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ വണ്ണം അതേ സ്തോത്രം ചിലപ്പോൾ മുൻപിലും പിൻപിലും ഇടത്തിലും ഒക്കെ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുക. യാതൊരു വഴിയും കാണുന്നില്ല. പക്ഷേ കേട്ടതായ ചില ദൈവശബ്ദങ്ങൾ കാണുമായിരിക്കാം. ആ വാഗ്ദത്തം എങ്ങനെ നടക്കും? ഒരു വഴിയുമില്ലല്ലോ ഇനി മുന്നോട്ട് പോകാനെന്ന് ആലോചിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു തരും. ഹല്ലേലൂയ. ഈ പൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ സ്തോത്രം അടഞ്ഞതിന് മുമ്പിൽ നിൽക്കുന്നവരായിരിക്കാം. മുന്നോട്ട് പോകാൻ യാതൊരുവിധ ദിശയും കാണാതെ നിൽക്കുന്നവരായിരിക്കാം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവവചനത്തെ നാം വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ, നമ്മുടെ വിഷയത്തിന്റെ മേൽ അത് വഴിയായി തുറന്നു വരുവാനായിട്ട് ഇടയായിത്തരും. അതുകൊണ്ട് ഈ പ്രഭാതത്തെ നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമത്രേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 32-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവേ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത് കൂടെ നിൽക്കുന്നവർക്ക് അസാധ്യമെന്ന് പറയാം. മനുഷ്യർ പറയുന്ന ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുക അസാധ്യമായി തീർന്നിരിക്കാം. പക്ഷേ സർവശക്തനായ ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിനെ നിവർത്തിപ്പാൻ ദൈവം ശക്തനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഇനി ഏത് അസാധ്യങ്ങളുടെ നടുവിലായിരുന്നാലും നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തം നിറവേറേണ്ട ടൈമിലെ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. സ്തോത്ര. മരുഭൂമി വഴി ഒരുക്കുന്ന ദൈവം, നിർജ്ജന പ്രദേശത്ത് പെരുവഴികളെ ഉണ്ടാക്കുന്നതായ സർവശക്തനായ ദൈവം അത്ര നമ്മോട് കൂടെയുള്ളത്. അതുകൊണ്ട് ഈ പകൽക്കാലം സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്നോർത്ത് നിരാശപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. സ്തോത്ര. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, നീ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാക്കുന്നുവയ്ക്ക് നിശ്ചയമായി ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ വചനത്തിൽ പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലെ, സ്തോത്രം, നിൽക്കുന്ന ഇടത്ത് ഒന്നും കാണുന്നില്ല. പക്ഷേ നിനക്ക് വേണ്ടി പുതുവഴി തുറന്നു തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം ഒരു വഴിയും കാണാതെ നീ നിരാശപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ ഉരുവിട്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവയ്ക്ക് കടന്നു പോകുന്ന ഇടങ്ങളിൽ, അടയ്ക്കപ്പെട്ട ഇടത്ത്, മുന്നോട്ടു പോകാൻ യാതൊരു വഴിയും കാണാത്ത ഇടത്ത്, അതേ സ്തോത്രം, ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയത്തിരും. ദൈവവചനത്തിന്റെ റീമ അതിനകത്ത് വെളിപ്പെടും. നമ്മുടെ വായി നിന്ന് പുറപ്പെടുന്ന വചന വെറുതെ നമ്മുടെ അടുക്കിലേക്ക് വരാതെ അതിന്റെ പ്രവൃത്തി ചെയ്യുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, നാം ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞുകൊണ്ട്
നടക്കുക. സ്തോത്ര. അതേ സ്തോത്ര, ഞാൻ പുതിയത് ചെയ്യുന്ന ദൈവം അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നേ. അതേ മരുഭൂമി വഴിയ നിർജ്ജന പ്രദേശത്ത് നദികളും ഹല്ലേലൂയ മരുഭൂമിയുടെ അനുഭവമായിരിക്കാം, യാതൊരു വഴിയും കാണാത്ത അനുഭവമായിരിക്കാം. പക്ഷെ അതിന്റെ നടുവേ വഴി ഒരുക്കി ഇസ്രായേൽ ജനതയെ ദൈവം മുന്നോട്ട് വഴി നടത്തുവാനായിട്ട് ഇടയായി തീർന്നുവെക്കേ. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. വഴി അറിയാതെ ഇടറി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാക്കുന്നു. നിന്നെ വഴിയിൽ ഉപേക്ഷിക്കുന്നൊരു ദൈവമല്ല. വാഗ്ദത്തം തന്നിട്ട് മരുഭൂമിക്കകത്ത് കൊണ്ട് നിർത്തിയിട്ട് പോകുന്നൊരു ദൈവമല്ല. ആ മരുഭൂമി കൂടി നിനക്ക് വേണ്ടി വഴി ഒരുക്കി തന്ന് നിന്നെ സ്തോത്രം ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്നൊരു ദൈവം അത്രേ. സ്തോത്രം. ഈ പകൽക്കാലം നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാം. യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിച്ചു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അങ്ങനെക്ക് ദൈവം നമ്മോട് അരുളി ചെയ്തത്, നമ്മുടെ തലമുറയോട് അരുളി ചെയ്തത്, നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ദൈവം എന്താണ് അരുളി ചെയ്തത്, അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. ദൈവം പറഞ്ഞു, അതേ സ്തോത്രം, യഹോവയെ ദൈവം അരുളി ചെയ്തു, അതങ്ങനെ സംഭവിച്ചു എങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മെ നോക്കി ദൈവം പറഞ്ഞത് അതങ്ങനെ തന്നെ സംഭവിക്കും. സാഹചര്യങ്ങൾ ഇനി എത്ര തന്നെ പ്രതികൂലമായാലും, അതേ സ്തോത്രം, എത്ര ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും, ഏതെല്ലാം പ്രതിസന്ധിയുടെ നടുവിൽ കൂടി നീ കടന്നു പോയാലും, ദൈവം അരുളി ചെയ്തത് തക്ക സമയമാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിറവേറുവാനായിട്ട് ഇടയെത്തിരും. അതിനെ ആർക്കും തടയുവാനായിട്ട് കഴിയത്തില്ല, അതിനെ ആർക്കും മൂടി വെക്കുവാനായിട്ട് കഴിയത്തില്ല. എന്റെ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി നിശ്ചയമായിട്ട് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീര. ചില ദൈവ പ്രവർത്തികൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ പകൽക്കാലം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അതിനെ ദുർബലമാക്കുന്നവൻ ആർ? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിങ്ങളെ കുറിച്ച് ദൈവം ഒന്ന് നിർണയിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആർക്കും ദുർബലമാക്കുവാൻ കഴിയില്ല. ദൈവത്തിന്റെ കൈ നീട്ടിയിരിക്കുന്നു, അതിനെ മടക്കുവാനായിട്ട് കഴിയത്തില്ല ആർക്കും. ഈ പകൽക്കാലം വിശ്വസിക്കുക, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുമ്പോ, ദൈവം നിർണയിച്ചിരിക്കുന്ന ആ ടൈമിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുമ്പോ, പ്രിയ ദൈവത്തിലെ, അതിനാർക്കും അടയ്ക്കുവാൻ കഴിയില്ല, അതിനാർക്കും മടക്കുവാൻ കഴിയാത്തവണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരും. നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നാം കേട്ടതായ ദൈവ ശബ്ദത്തെ മുറുകെ പിടിക്കുക. സ്തോത്ര. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലങ്ങളായിരിക്കും, പക്ഷേ അതിന്റെ നടുവിലും ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ അതേ ശക്തനെന്ന് ഉറച്ച് വിശ്വസിച്ച് നാം മുന്നോട്ട് പോകണം. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര, കാറ്റും തിരമാലക്കെ കൊണ്ട് പടകം മുങ്ങിപ്പോകുന്ന അനുഭവങ്ങള്, അവര് രക്ഷപ്പെടുമെന്നുള്ള ആശയറ്റൊക്കെ പോകുന്ന ഒരു സാഹചര്യം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനകത്ത് അവർ ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ നമുക്ക് അത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 27 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 25 പറയുന്നുണ്ട്, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടെ ഇരിപ്പേ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്രം, പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റോമിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ആശ അറ്റുപോകുന്ന, രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോകുന്ന സാഹചര്യം ജീവിതത്തിനകത്ത് ഉണ്ടാകുമ്പോഴും ദൈവശബ്ദം കേട്ടതായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര, എന്റെ ഉടയവൻ ഇന്നലെയും എന്നോട് വന്ന് സംസാരിച്ചു. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സാഹചര്യങ്ങൾ നിന്നെ ഞെരുക്കുന്നുണ്ടായിരിക്കാം, നിന്നെ വളരെയധികം ആകുലപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ഇതിനകത്തൊന്നും മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷേ ആ ദൈവവുമായിട്ടുള്ള റൂട്ട് കണക്ഷൻ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടോ? സ്തോത്ര, നീ എങ്ങനെ മുന്നോട്ട് പോണം എന്ന് ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഈ പ്രതിസന്ധിയുടെ നടുവിലും പൗലോസ് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്തോത്ര. അതെ, അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ദൈവശബ്ദത്തെ കേൾക്കാനായിട്ട് കഴിയത്തില്ല, വെറും തോന്നലുകളായിട്ടൊക്കെ നമ്മൾ മാറ്റിവിടാൻ പ്രിയ ദൈവത്തിലെ ദൈവശബ്ദം കേട്ട് നാം മുന്നോട്ട് പോവാൻ തയ്യാറായ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടെയുള്ള പുരുഷന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല, നിങ്ങളുടെ തലേന്ന് രോമം തൊഴിഞ്ഞു പോകാനായിട്ട് അനുവദിക്കത്തില്ല. ഇതൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവമുണ്ട്. ഇന്ന് പ്രഭാതത്തിലും
ദൈവശബ്ദം കേട്ട ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ആരൊക്കെ വിശ്വസിച്ചില്ല എങ്കിലും ദൈവശബ്ദം കേട്ട ദൈവ പൈതൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളത് വിശ്വസിക്കണം. സ്തോത്ര, നിങ്ങളത് വിശ്വസിച്ചിട്ട് കൂടെയുള്ളവർ അതേ സാഹചര്യങ്ങൾ കണ്ട് അധൈര്യപ്പെട്ടു പോകുമ്പോ അവരെ നിങ്ങൾ ധൈര്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൈവം എന്നോട് അരുളി ചെയ്തത് സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് അരുളി ചെയ്തത്, നമ്മുടെ തലമുറയോട് അരുളി ചെയ്തത്, അതെ നമ്മുടെ ജീവിതത്തെ നോക്കി അരുളി ചെയ്തത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് ദൈവത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയാം? ആ വിശ്വസിക്കുന്നവരുടെ മേൽ, ഹല്ലേലൂയ, മരുഭൂമിയുടെ നടുവെ ദൈവം വഴി തുറന്ന് തരും. സ്തോത്ര. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര ആകാശത്തിന്മേലും ഭൂമിമേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായ സർവശക്തനായ ദൈവ, പ്രിയ ദൈവ പൈതലെ, നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ. നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുന്നുണ്ടായിരിക്കും, ആരെങ്കിലും വന്ന് നമുക്ക് വഴി തുറന്ന് തരും. അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്ന? അതേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവീക വാഗ്ദത്തത്തിലേക്ക് കടക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലെ, ദൈവം ഒരുവന് വേണ്ടി ഒരു വഴി തുറക്കുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയത്തില്ല. എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്ന ഒരു മേഖലയിലായിരിക്കില്ല ദൈവം വഴി തുറക്കുന്നത്. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിനകത്തും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ അവർക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാത്തവണ്ണം വഴി കാണാതെ അവർ നിൽക്കുന്ന ഒരു അനുഭവം. ഇവിടെ കൊണ്ടെല്ലാം തീരുമെന്ന് ചിന്തിച്ചു ഒരു നിമിഷം കൊണ്ട് അവർ നിൽക്കുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മുൻപിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോനും കൂട്ടുക, ഇരു സൈഡിലും മല. എങ്ങനെ വാഗ്ദത്തത്തിലേക്ക് കടക്കുമെന്നറിയില്ല. വാഗ്ദത്തം എന്താണ്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവം, വിശാലമായിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവം അവരെ എത്തിക്കുമെന്ന്. പക്ഷേ അവർക്ക് യാതൊരു സാഹചര്യവുമില്ല, അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു വഴി കാണാതിരിക്കുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. തന്റെ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റിക്കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അതിനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ള മതിലായി നിന്നു. ആമേ സ്തോത്ര. പ്രിയദൈവ മക്കളെ, സ്തോത്രം. വഴിയറിയാതെ നിന്നപ്പോ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്നപ്പോ തന്റെ മഹാശക്തി കൊണ്ട്, ഹല്ലേലൂയ, ഈ പൽക്കാലം വഴിയറിയാതിരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം തന്റെ മഹാശക്തി വെളിപ്പെടുത്തും. സ്തോത്ര. സൈന്യത്താലോ ശക്തിയാലോ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാ. ഓ ജീസസ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി, ഹല്ലേലൂയ, മുന്നിൽ വഴികളെ ദൈവം തമ്പുരാൻ തുറക്കാൻ പോക്കിയ വാഗ്ദത്തമുണ്ട്. നാളുകളായി കേട്ടോ, മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണ അതേ ഭാരപ്പെട്ട് നിൽക്കുമ്പോ എങ്ങനെ എനിക്ക് അപ്പുറത്തോട്ട് കയറുവാനായിട്ട് കഴിയാം? ദൈവിക വാഗ്ദത്തത്തിലേക്ക് കയറുവാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന ഭാരപ്പെടുന്ന പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ മഹാശക്തിയാ. ദൈവം നിനക്ക് വേണ്ടി ഒരു പെരുവഴി തുറന്നു തരും. ഹല്ലേലൂയ. അതേ മരുഭൂമി വഴി ഒരുക്കുന്ന ദൈവ, നിർജ്ജന പ്രദേശത്തും പെരുവഴികളെ ഒരുക്കി അതേ ഇസ്രായേൽ ജനതയെ വഴി നടത്തിയതായ ദൈവ, ഇവിടെ ചെങ്കടലിന്റെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു. ഹല്ലേലൂയ. അതേ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചു വേണമെങ്കിലും നീ നിൽക്കുന്ന ഏത് കാഠിന്യമായ പ്രതിസന്ധിയെ രണ്ടാക്കി മാറ്റിക്കൊണ്ടും എന്റെ ദൈവത്തിന് നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ കഴിയും. നീ കാണുന്നത് ചെങ്കടലാ, ആർത്തിരച്ചു വരുന്നതാ, അതിനകത്തൊരു വഴിയും കാണില്ല. പക്ഷേ നിന്നെ ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോഴും ആ ചെങ്കടലിനെ രണ്ടായി മാറ്റുവാനും ആ പ്രശ്നത്തിന്റെ നടുവിൽ വഴി തുറക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അത്രേ കൂടെയുള്ളത്. സ്തോത്രം. വാഗ്ദത്തം തന്നിട്ട് നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. അവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അസാധ്യങ്ങളുടെ നടുവേൽ പുതുവഴി തുറന്നു തരുന്ന ദൈവം, അസാധ്യങ്ങളുടെ നടുവേ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഈ പൽക്കാലം അങ്ങനെ വിശ്വസിക്കുക. അവിടെ വചനത്തിൽ കാണുന്നു, ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം രണ്ടായി തീരുമെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഹല്ലേലൂയ.
പ്രശ്നത്തെ കണ്ട് ഭയപ്പെടുവാനല്ല, പ്രശ്നത്തെ കണ്ട് പിന്തിരിഞ്ഞു പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. പ്രശ്നത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാമോ, ഇത് രണ്ടായി മാറും, ഞാൻ എന്റെ വാഗ്ദത്തത്തിലേക്ക് കയറും. ഹല്ലേലൂയ. പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പറയും, ഓ ഇനി ഇത് നടക്കാനൊന്നും സാധ്യതയില്ല. ഞാൻ കേട്ടത് ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം, ഒരു ദൈവശബ്ദം തന്നെയാണോ എന്നൊക്കെ പലതും പറഞ്ഞ് നമ്മൾ മാറുമ്പോൾ, പ്രിയദൈവമേ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വസിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞതാണ് എന്ന് ഒരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ ദൈവശബ്ദത്തിന് മുമ്പാകെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധി വന്നാലും അതിനകത്ത് ഉറച്ചു നിൽക്കുക. യഹോവയെ ദൈവം അരുളിച്ചത് അതങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മോട് വെറുതെ പറയുകയില്ല. നാം അതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വിശ്വസ്തയോട് കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവിടെ ഇസ്രായേൽ ജനതയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവരോട് ഭയപ്പെടേണ്ട, അവരോട് മുന്നോട്ട് പോകാനാ പറഞ്ഞത്. പിന്തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടിയല്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടിയല്ല ദൈവം വഴി തുറക്കുന്നത്. പ്രശ്നങ്ങളുടെ നടുവിലും കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ സ്റ്റെപ്പ് വയ്ക്കുന്നവർക്ക് വേണ്ടിയാ സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹാശക്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാറുണ്ട്. സ്തോത്രം. ഇവിടെ ഇസ്രായേൽ ജനതയോട് യഹോവ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവരോട് മുന്നോട്ട് പോകാൻ പറയുക, ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറയുക. സ്തോത്രം. ഇന്ന് സ്തോത്രം ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വച്ചിട്ട് സാഹചര്യങ്ങൾ പ്രതികൂലമായത് മുഖാന്തരം സ്റ്റോപ്പാക്കി വച്ചിരിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നു, കേട്ടത് ദൈവ ശബ്ദമെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നീ സ്റ്റെപ്പ് വയ്ക്കേ. നീ കാലെടുത്ത് വയ്ക്കുമ്പോ, നീ ആ വിഷയത്തിനകത്തൊന്ന് ചലിച്ചു തുടങ്ങുമ്പോ ദൈവം നിനക്ക് വേണ്ടി ഓരോ സ്റ്റെപ്പായി വഴി തുറക്കും. സ്തോത്രം. തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്രം, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച പലയിടങ്ങളിലും ദൈവം വഴികളെ തുറന്നു കൊടുത്തു. ദൈവം ഭാരപ്പെടാനായിട്ട് അനുവദിച്ചില്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്ത ദൈവം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഹാഗർ കരയുകയാണ്, മുന്നോട്ട് യാതൊരു വഴിയുമില്ല. മരുഭൂമിയിൽ ഒരു ഉറവ തുറക്കുമെന്നോ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കുഞ്ഞിന് കൊടുക്കാൻ കഴിയുമെന്നോ, കുഞ്ഞിന്റെ ജീവന് നിലനിർത്താൻ കഴിയുമോ എന്നോ യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം മരുഭൂമിയാണ്. സ്തോത്രം. പക്ഷേ അതിന്റെ നടുവിൽ അവളിരുന്ന് കരഞ്ഞ ഇടത്ത് ബാലന്റെ നിലവിളി കേട്ട് ഉറവയെ തുറന്ന ഒരു ദൈവം. ജീസസ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, തലമുറയുടെ വിദ്യാഭ്യാസത്തിനെ ഓർത്ത് നീ കരയുന്നില്ലേ? എങ്ങനെ കർത്താവെ മുന്നോട്ട് പോകും? എങ്ങനെ ഇത് പഠിപ്പിച്ചു തീർക്കും, പൂർത്തീകരിക്കും? പലതിനെ ഓർത്ത് നീ ആകുലപ്പെടുന്നില്ലേ? പ്രയാസപ്പെടുന്നില്ലേ? നിനക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം വഴികളെ തുറക്കും. ഹല്ലേലൂയ. അതേ, ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അതെ, അബ്രഹാം തുറന്നത് അബ്രഹാമിന്റെ ഒരു അളവ് വെച്ച് അടയ്ക്കാൻ കഴിയും. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി തുറന്ന ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി, സ്തോത്രം, അസാധ്യങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നാൽ, പ്രിയ ദൈവ പൈതലേ, അത് ഈ ലോകത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ആ ഉറവ ഇതുവരെയും അടയ്ക്കാതെ ഇന്നും അത് തുറക്കും ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വേണ്ടി അസാധ്യങ്ങളുടെ നടുവിൽ ദൈവം ഒരു വഴി തുറക്കുന്നത്, പ്രിയ ദൈവ പൈതലെ, ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് വ്യാപരിക്കത്തക്ക രീതിയിൽ യേശുവിന്റെ നാമത്തെ സ്തോത്രം. നിന്റെ ഒരു തലമുറയുടെ വിഷയത്തിന് വേണ്ടി ആയിരിക്കാം നീ കരഞ്ഞത്, നീ പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഒരു വഴി കാണാതെ നിലവിളിക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന, സ്തോത്രം, നിന്റെ നിലവിളിയുടെ മറുപടി വെളിപ്പെടാൻ പോകുക. കർത്താവേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഒരു വഴി കാണുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥന റൂമിനകത്ത് ദൈവശബ്ദം ഇതാണല്ലോ കർത്താവെ കേട്ടത്. ഹല്ലേലൂയ. ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ചലിച്ച ആരോടോ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വ്യക്തമായി പറയുന്നു, നീ ഉറപ്പോട് ധൈര്യത്തോട് നിൽക്ക. നിന്നോട് അരുളിച്ചതുപോലെ എന്റെ ദൈവം തമ്പുരാൻ നിവർത്തിക്കും. സ്തോത്രം. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കണ്ണ് രണ്ടായി ഭാഗിച്ച് ഒരു വഴി തുറന്നു ഉണങ്ങിയ നിലമാക്കി ഇസ്രായേൽ ജനെ വഴി നടത്തിയതായ സർവശക്തനായ ദൈവം
പ്രിയ ദൈവ പൈതലേ, വഴി കാണാതെ ഉലയുമ്പോ ഹല്ലേലൂയ അതിന്റെ നടുവിൽ വഴിയെ ഒരുക്കി തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെയൊക്കെ വിശ്വസിക്കാമോ? അസാധ്യങ്ങളുടെ നടുവിൽ ദൈവം പുതുവഴി തുറക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം സ്തോത്ര നാം അങ്ങനെ വിശ്വസിക്കുക. എന്റെ ദൈവത്താൽ പുതുവഴി തുറക്ക. യേശുവിന്റെ നാമത്തിൽ കരയുന്ന ഹല്ലേലൂയ പൈതങ്ങളെ ഓർത്ത് കരയുന്ന മാതാവേ സ്തോത്രം. ഈ പകൽക്കാല പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെടുന്ന ഒരു കാര്യമത്രേ. നീ ഭാരപ്പെടണ്ട. നീ ചെയ്തത് തെറ്റായി പോയോ? മുന്നോട്ട് സ്റ്റെപ്പ് വെച്ചത് റോങ് ആയി പോയോ? ഞാൻ കേട്ടത് ദൈവസ്വപ്നമാണോ എന്നൊക്കെ വ്യതിചലിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തെ വിളിച്ചു പറയുന്നു. ഇനി കേട്ടത് ദൈവസ്വപ്നം തന്നെ. നീ അടിപതറി പോകണ്ട. നീ മുന്നോട്ട് പോ. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, അസാധ്യങ്ങളുടെ നടുവിൽ ദൈവം പുതുവഴി തുറക്കും. ഈ പകൽക്കാലം ഇത് വിശ്വസിക്കുക. ഹല്ലേലൂയ. അത് ഈ പകൽക്കാലം ഉത്ഭവിക്കുമെന്ന് വിശ്വസിക്കുക. സ്തോത്ര. നീ ഒരിക്കലും നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്ര ഹല്ലേലൂയ. ദൈവം ചിലതിനെ പൂർത്തീകരിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക. അസാധ്യങ്ങളുടെ നടുവേ ദൈവം പുതുവഴി തുറന്ന് തരും. ഹല്ലേലൂയ. ആ വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ഈ പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ ചലിക്കും. ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കാം കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന അവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ അസാധ്യങ്ങളുടെ നടുവിലായിരിക്കും കർത്താവ് നിൽക്കുന്നത്. കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ അപ്പാ നിൽക്കുമ്പോ എന്റെ കർത്താവേ, കേട്ട വചനം പോലെ കർത്താവ് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെങ്കണ്ണെ രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലത്തുകൂടി അവരെ നടത്തിവിട്ടതായ ദൈവം ഈ പകൽക്കാലം കർത്താവേ അസാധ്യങ്ങളുടെ നടുവിൽ തന്റെ ജനത്തിനു വേണ്ടി ഒരു വഴി തുറക്കണമേ. മരുഭൂമി വഴി നിർജ്ജനത്തെ പ്രദേശത്ത് പെരുവഴികളെ ഉണ്ടാക്കുന്നതായ ദൈവത്തിന്റെ കര, സൃഷ്ടിപ്പിന്റെ കര ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ കര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ തന്റെ ജനത്തിനു വേണ്ടി ഈ പഴക്കാലം പുതുവഴി തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങയുടെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അപ്പാ അങ്ങ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോട് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തെ അവർ ഈ പകൽക്കാലം ഒരു വഴി തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. വിശ്വാസത്തോടു കൂടി ധൈര്യത്തോടു ഉറപ്പോടുകൂടെ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ തന്റെ ജനത്തെ ബലപ്പെടുത്തപ്പ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.